തട്ടിപ്പിൽ ഇരകളായി പ്രവാസികളും. മുഖ്യപ്രതി ഹരിസ്വാമി പ്രവർത്തിച്ചത് സാമൂഹ്യ പ്രവർത്തകനെന്ന വ്യാജേന. മീണാലൂർ തിരുത്തിപ്പറമ്പിൽ അച്ഛനെയും മകനെയും വെട്ടി പരിക്കേൽപ്പിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. തിരുത്തിപ്പറമ്പ് സ്വദേശി രതീഷ്, അരവൂർ സ്വദേശി ശ്രീജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പാർക്കിങ്ങിനെത്തുന്ന വാഹനങ്ങൾ തടഞ്ഞ് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ. മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതിക്ക് സ്വീകരണം നൽകാൻ ക്ഷേത്ര പരിസരം വിട്ടു നൽകാത്തതിനെ തുടർന്നാണ് പ്രതിഷേധം. ജില്ലയിൽ ലഹരിവേട്ട തുടരുന്നു. പെരിങ്ങോട്ടുകരയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി മധ്യവയസ്കനെ പിടികൂടി. ചേറ്റുവ കടവിൽ കല്ലുമക്കായ വിൽപ്പനയുടെ മറവിൽ ഹാഷിഷ് ഓയിൽ വിൽപ്പന നടത്തിയ യുവാവിനെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. ഇറിഡിയം തട്ടിപ്പ് പ്രധാന പ്രതി ഹരിസ്വാമി എന്ന ഹരിദാസ് പ്രവർത്തിച്ചിരുന്നത് സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ. പെരിഞ്ഞനം കേന്ദ്രീകരിച്ച് ഹരിതം ഗ്രൂപ്പ് എന്ന പേരിൽ നിരവധി സ്ഥാപനങ്ങൾ ഇയാൾ നടത്തിയിരുന്നു. സൂപ്പർ മാർക്കറ്റ്, നഴ്സറി, ഹോട്ടൽ പോലുള്ള സ്ഥാപനങ്ങളാണ് ഇയാൾ പെരിഞ്ഞനം കേന്ദ്രീകരിച്ച് നടത്തിയിരുന്നത്. ഹരിദാസിന്റെ നേതൃത്വത്തിൽ ബാങ്കുകളിൽ കെട്ടിക്കിടക്കുന്ന ഡെഡ് മണി, ഇറിഡിയം തുടങ്ങിയവയിൽ വലിയ ലാഭവിഹിതം പ്രതീക്ഷിച്ച് സംസ്ഥാനത്തിനകത്തും പുറത്തുമായി കോടിക്കണക്കിന് രൂപയാണ് നിക്ഷേപം നടത്തിയിട്ടുള്ളത്. ശ്രദ്ധ പിടിച്ചുപറ്റാനായി നിരവധി സാമ്പത്തിക സഹായ പ്രവർത്തനങ്ങളും ഹരിദാസൻ നടത്തിയിരുന്നു. നേരത്തെ ഇയാൾ സമാന തട്ടിപ്പിന് എറണാകുളം ജില്ലയിൽ അറസ്റ്റിലായതായി സൂചനയുണ്ട്. അതേസമയം ഇറിഡിയം തട്ടിപ്പിൽ പ്രവാസികളും രാഷ്ട്രീയ നേതാക്കളും ഇരയായിട്ടുണ്ടെന്ന വിവരവും പുറത്തുവന്നു. തട്ടിപ്പിനിരയായവർ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നു. പണം നഷ്ടപ്പെട്ടവർ വിവിധ സ്റ്റേഷനുകളിലായി അടുത്ത ദിവസങ്ങളിലായി പരാതി നൽകും. തൃശൂർ, പാലക്കാട്, എറണാകുളം, ആലപ്പുഴ ജില്ലകളിലുള്ളവരും ഇതര സംസ്ഥാനങ്ങളിലുള്ളവരും തട്ടിപ്പിനിരയായിട്ടുണ്ട്. ഇഡിക്കും ഇത് സംബന്ധിച്ച് പരാതി നൽകാനാണ് പണം നഷ്ടപ്പെട്ടവരുടെ നീക്കം. മീണാലൂർ തിരുത്തിപ്പറമ്പിൽ അച്ഛനെയും മകനെയും വീട് കയറി വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ 2 പേർ അറസ്റ്റിലായി. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ തിരുത്തിപ്പറമ്പ് പ്ലാപ്പറമ്പിൽ രതീഷ് എന്ന മണികണ്ഠൻ, അരവൂർ സ്വദേശി ശ്രീജിത്ത് എന്നിവരെയാണ് വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. തിരുത്തിപ്പറമ്പ് പുളിയമ്പാട്ട് വീട്ടിൽ മോഹനൻ, മകൻ ശ്യാം എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം വീട് കയറി പ്രതികൾ ആക്രമിച്ചത്. മദ്യലഹരിയിലാണ് പ്രതികൾ ആക്രമണം നടത്തിയതെന്ന് പരിക്കേറ്റവർ മൊഴി നൽകിയിട്ടുണ്ട്. ഇരുവരെയും നാട്ടുകാർ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ മോഹനനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പാർക്കിങ്ങിനെത്തുന്ന വാഹനങ്ങൾ തടഞ്ഞ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രതിഷേധം. മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതിക്ക് സ്വീകരണം നൽകാൻ ക്ഷേത്ര പരിസരം വിട്ടു നൽകാത്തതിനെ തുടർന്നായിരുന്നു പ്രതിഷേധം. രാവിലെ 11 മണിക്ക് ശേഷം വടക്കുന്നാഥ ക്ഷേത്ര മൈതാനം അടച്ചിടണമെന്നിരിക്കെ അനധികൃതമാണ് പാർക്കിംഗ് അനുവദിക്കുന്നതെന്നും 10ഉം 50ഉം അടക്കം വൻ തുക ഇതിന്റെ പേരിൽ പിരിക്കുന്നതായും ഇവർ ആരോപിച്ചു. പാർക്കിംഗ് ഫീസ് പിരിക്കാൻ ചുമതലപ്പെടുത്തിയ ജീവനക്കാരനെ കയ്യേറ്റം ചെയ്യാനും ശ്രമം നടന്നു. വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് മോഹൻ മേനോൻ, സെക്രട്ടറി എസ് ഹരി, വിശ്വ ഹിന്ദു പരിഷത്ത് ബജറംഗ്ദൾ ബലോപാസനം പ്രമുഖ് MR ഉണ്ണികൃഷ്ണൻ, പ്രകാശ് കക്കാട്ട് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്ത് രാവിലെ മുതൽ വൈകിട്ട് വരെ അനധികൃത പാർക്കിംഗ് അനുവദിക്കുന്നതിനാൽ അനാശാസ്യ പ്രവർത്തനങ്ങളും ലഹരി കച്ചവടവും ലഹരി ഉപയോഗവും നടക്കുന്നതായും ഇവർ ആരോപിച്ചു. കോടതി വിധി ലംഘിച്ച് അനധികൃത നിർമ്മാണം നടക്കുകയാണെന്നും ഇവർ പറഞ്ഞു. മൈതാനത്ത് അനധികൃതമായിട്ട് പാർക്കിംഗ്, അനധികൃതമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, അനധികൃതമായിട്ട് വാടകയ്ക്ക് കൊടുക്കൽ, ഇങ്ങനെയുള്ള പല സംഭവവികാസങ്ങൾ നടക്കുന്നുണ്ട്. ഇത് ഒരു അനുമതിയില്ലാതെയാണ് ഇവരിതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനെതിരെ പലതരത്തിലും പലപ്പോഴായിട്ട് കോടതിയിൽ പോയിട്ട്, ഹൈക്കോടതിയിൽ പോയിട്ട് ഇതിനെതിരെ പല വിധികളും സമ്പാദിച്ചിട്ടുള്ളതാണ്. കോടതിയിൽ നിന്ന് വിധി സമ്പാദിച്ചിട്ടുള്ളതാണ്. ഇത്തരത്തിൽ ഇവിടെ യാതൊരു പരിപാടി അനുവദിക്കാൻ പാടില്ല. ശരിക്കും 11 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്തരെല്ലാവരും പോയി കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ഈ മുന്നിലുള്ള ഈ നടയിൽ ചങ്ങലയിട്ട് പൂട്ടണം എന്നുള്ള നിയമങ്ങളാണ്. പക്ഷെ അതിനുശേഷം ഇവിടെ വരുന്ന എല്ലാ ആൾക്കാരെയും വിളിച്ച് ഇവിടെ ക്ഷേത്ര മൈതാനിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഉള്ളിൽ മയക്കുമരുന്ന് കച്ചവടങ്ങൾ, പോലീസിനോ ഇവിടെ ദേവസ്വം ബോർഡിനോ ഇത് ഇടപെടാൻ സാധിക്കുന്നില്ല. കാരണം അത്രയും ഭയാനകമാണ് ഇവിടുത്തെ അവസ്ഥ. രാത്രി 9 മണിക്ക് ശേഷം വാഹനങ്ങൾ പാടില്ല എന്നുള്ള നിയമം കോടതി നിയമമാണ്. കോടതിയിൽ നിന്ന് പറഞ്ഞുള്ളതാണ് ആ 9 മണി വരെ ഇതിനകത്ത് എന്ത് വേണമെങ്കിൽ കാട്ടിക്കൂട്ടാം. ഏത് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളിൽ സർവ്വ ട്രേഡുകൾ ഇവിടെ നടക്കുന്നു. കോളേജിലേക്കാന്ന് പറഞ്ഞിട്ട് കുട്ടികൾ ഇറങ്ങും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നേരെ വരുന്നത് ഇതിനകത്തേക്കാണ്. ഇതിനകത്ത് കഴിഞ്ഞാൽ ഓരോ ആലിൻ്റെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അങ്ങോട്ട് നമ്മൾ മക്കളും കൊച്ചുമക്കളൊക്കെ ഉള്ള ആൾക്കാരായതുകൊണ്ട് അങ്ങോട്ട് നോക്കാൻ പറ്റില്ല. അതിനെ നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഓപ്പൺ സെക്സ് ഒന്ന്, പിന്നെ എന്നുണ്ടെങ്കിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം, മയക്കുമരുന്നിൻ്റെ ട്രേഡ്.
പെരിങ്ങോട്ടുകരയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി മധ്യവയസ്കനെ പിടികൂടി. ഉത്തർപ്രദേശ് സ്വദേശി പപ്പുവാണ് പിടിയിലായത്. 145 പാക്കറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ ഇയാളിൽ നിന്നും കണ്ടെടുത്തു. അന്തിക്കാട് സബ് ഇൻസ്പെക്ടർ ടി അഭിലാഷ്, സിവിൽ പോലീസ് ഓഫീസർ ജിനേഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ചേറ്റുവ കടവിൽ കല്ലുമ്മക്കായ വിൽപ്പനയുടെ മറവിൽ ഹാഷിഷ് ഓയിൽ വിൽപ്പന നടത്തിയ യുവാവിനെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. ഏങ്ങണ്ടിയൂർ സ്വദേശി വെങ്കിടി വീട്ടിൽ അഖിനെയാണ് വാടാനപ്പള്ളി SHO BS ബിനു, സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് റാഫി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രാജ്കുമാർ, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ സുനീഷ് എന്നിവരും ഹാഷിഷ് ഓയിൽ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ജനകീയം ഡീഹണ്ട് ലഹരി വേട്ടയുടെ ഭാഗമായി ജില്ലയിൽ രജിസ്റ്റർ ചെയ്തത് 793 കേസുകൾ. തൃശൂർ സിറ്റി പോലീസ് 397 കേസുകളും റൂറൽ പോലീസ് 414 കേസുകളുമാണ് രജിസ്റ്റർ ചെയ്തത്. റൂറൽ പോലീസ് 423 പേരെയും സിറ്റി പോലീസ് 401 പേരെയുമടക്കം 824 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്തിമഹാകാളൻകാവ് വേല വെടിക്കെട്ടിന് ഹൈക്കോടതി അനുമതി. 5 ദേശ കമ്മിറ്റികളും നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. നേരത്തെ ADM വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചിരുന്നു. ഇതേ തുടർന്ന് ദേശങ്ങൾ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. പാഞ്ഞാൾ തൊഴുപ്പാടത്ത് നിയന്ത്രണം വിട്ട ജീപ്പ് വീട്ടിലേക്ക് പാഞ്ഞുകയറി 2 പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം വൈകിട്ട് തോണിക്കടവിൽ സുലൈമാന്റെ വീട്ടിൽ ഇഫ്താർ വിരുന്നിനിടെയായിരുന്നു അപകടം. നോമ്പുതുറ ഭക്ഷണം കഴിക്കുന്നവർക്കിടയിലേക്ക് നിയന്ത്രണം വിട്ട ജീപ്പ് മറിയുകയായിരുന്നു. പനയൂർ കല്ലുടുമ്പിൽ വീട്ടിൽ അലി, തൊഴുപ്പാടം തോണിക്കടവിൽ മിൻഹ ഫാത്തിമ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീടിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ദേശമംഗലം തലശ്ശേരിയിൽ നിയന്ത്രണം വിട്ട കാർ ബസ് സ്റ്റോപ്പ് ഇടിച്ചു തകർത്തു. ചെറുതുരുത്തി സ്വദേശിയായ യുവാവ് സഞ്ചരിച്ചിരുന്ന കാറാണ് പുലർച്ചെ അപകടത്തിൽപ്പെട്ടത്. ചെറുതുരുത്തി ഭാഗത്തു നിന്നും വന്ന കാർ നിയന്ത്രണം വിട്ട് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് അതിവേഗം ഇടിച്ചു കയറുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. കാറിലെ എയർ ബാഗ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ പ്രവർത്തിച്ചതിനാൽ യുവാവ് നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. അപകടത്തിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ചെറുതുരുത്തി പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കോലഴിയിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. മിനി ലോറി ടോറസിലിടിച്ച് നിയന്ത്രണം തെറ്റി കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തൃശൂർ ഭാഗത്തു നിന്നും വടക്കാഞ്ചേരിയിലേക്ക് വരികയായിരുന്ന പട്ടാമ്പി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറിലേക്കാണ് നിയന്ത്രണം വിട്ട ലോറി ഇടിച്ചു കയറിയത്. അപകടത്തിൽ കാർ ഭാഗികമായി തകർന്നു. കാറിലുണ്ടായിരുന്ന പട്ടാമ്പി സ്വദേശികളായ 5 പേർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പുലിഭീതി ഒഴിയാതെ കൊരട്ടി ചിറങ്ങര നിവാസികൾ. മേഖലയിൽ ഇന്ന് വൈകിട്ട് പുലിക്കൂട് സ്ഥാപിക്കും. കഴിഞ്ഞ 14-നാണ് ചിറങ്ങര മംഗലശ്ശേരിയിലെ വീട്ടിലെ വളർത്തുനായയെ മതിൽ ചാടി വന്ന പുലി പിടികൂടിയത്. ഇതിനുശേഷം അപ്രത്യക്ഷമായ പുലിയെ പിന്നീട് കണ്ടെത്താനായിട്ടില്ല. കഴിഞ്ഞ ദിവസം പുലിയെ കണ്ടെത്താൻ ഡ്രോൺ നിരീക്ഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. അതിനിടെ പുലിയെ വിവിധ സ്ഥലങ്ങളിൽ കണ്ടുവെന്ന വ്യാജ വാർത്തകൾ പരക്കുന്നത് അധികൃതർക്ക് തലവേദനയായിരിക്കുകയാണ്. പുലിയെ പിടികൂടാനുള്ള കൂട് കോതമംഗലത്തു നിന്നുമാണ് കൊണ്ടുവരുന്നത്. ഇതിനിടെ ചിറങ്ങര മേഖലയിൽ വെച്ചിരിക്കുന്ന നിരീക്ഷണ ക്യാമറകൾ വീണ്ടും വനംവകുപ്പ് പരിശോധിക്കും. പഞ്ചായത്ത് ഭരണസമിതിക്കും നാട്ടുകാർക്കും നൽകിയ ഉറപ്പ് ലംഘിച്ച് ദേശീയപാതയിലെ അടിപ്പാത നിർമ്മാണത്തിന് മുരിങ്ങൂർ ജംഗ്ഷനിൽ പ്രധാന റോഡ് പൊളിച്ച കരാർ കമ്പനിയുടെ നടപടി പുരോഗമിക്കുന്നു. ഇന്ന് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് റോഡ് പൊളിക്കൽ വ്യാപിച്ചു. എറണാകുളം തൃശൂർ റൂട്ടിൽ മുരിങ്ങൂർ സിഗ്നൽ ജംഗ്ഷനിലാണ് അടിപ്പാത നിർമ്മിക്കുന്നത്. ദേശീയപാത അതോറിറ്റിയുടെ വാഗ്ദാന ലംഘനവും അടിപ്പാതയ്ക്ക് പകരം സ്പാൻ മേൽപ്പാലം വേണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജിയും ചൂണ്ടിക്കാട്ടി മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിതയും സംഘവും ഇന്ന് മുഖ്യമന്ത്രിയെ കാണും. മേലൂരിലെ ജനങ്ങളുടെ ദുരിതം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെയും സംഘം അറിയിക്കും. ജനകീയ പ്രതിരോധ സമിതി ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജി ഏപ്രിൽ 4-നാണ് വാദം കേൾക്കുന്നത്. ഇതിനു മുൻപ് ബോക്സ് മോഡൽ അടിപ്പാതയുടെ നിർമ്മാണം ആദ്യഘട്ടം പൂർത്തീകരിക്കാനാണ് കരാർ കമ്പനി തിരക്കിട്ട് മെയിൻ റോഡ് പൊളിച്ചതെന്ന് പറയുന്നു. ട്രെയിൻ വഴിയുള്ള ലഹരിക്കടത്തിൽ വൻ വർധന.
2024 പിടിച്ചെടുത്തത് 559 കിലോയുടെ ലഹരി വസ്തുക്കളാണ്. എന്നാൽ 2025 2 മാസം പിന്നിടുമ്പോൾ 421.687 കിലോഗ്രാം ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു കഴിഞ്ഞു. 2024 2,85,49,929 രൂപയുടെ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. 2025 ഇതുവരെ 2,16,29,100 രൂപയുടെ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തിട്ടുണ്ട്. 2024 55 ലഹരി കടത്തുകാരെ അറസ്റ്റ് ചെയ്തപ്പോൾ ഈ വർഷം 2 മാസത്തിനിടെ തന്നെ 31 പേരെയാണ് പിടികൂടിയത്. ട്രെയിനുകളിൽ പരിശോധന കർശനമാക്കിയെന്ന് റെയിൽവേ വ്യക്തമാക്കി. ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനോടുള്ള അവഗണനയ്ക്കെതിരെ വികസന സമിതി നടത്തുന്ന സമരം 5 ദിവസം പിന്നിട്ടു. സമരത്തിന്റെ ഭാഗമായി സമിതിയുടെ നേതൃത്വത്തിൽ സമരാഗ്നി ജ്വലനവും റാലിയും നടന്നു. കല്ലേറ്റുങ്കര പള്ളിനടയിൽ സമരം കോൺഗ്രസ് നേതാവ് സോമൻ ചിറ്റേത്ത് ഉദ്ഘാടനം ചെയ്തു. വർഗീസ് പന്തലൂക്കാരൻ അധ്യക്ഷനായിരുന്നു. മാർട്ടിൻ പി പോൾ, കെ പി കുര്യൻ, സോമൻ ശാരദാലയം, ഉണ്ണികൃഷ്ണൻ പുതുവീട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. പകുതി വിലക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ ഇരയായവർക്ക് നിയമസഹായവുമായി കൊടുങ്ങല്ലൂരിലെ അഭിഭാഷകർ. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ കൊടുങ്ങല്ലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ കോടതി പരിസരത്ത് ആരംഭിച്ച ഹെൽപ്പ് ഡെസ്ക് CPM ഏരിയ സെക്രട്ടറി KM മുസ്താഖ് അലി ഉദ്ഘാടനം ചെയ്തു. ലോയേഴ്സ് യൂണിയൻ യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS സുലാൽ അധ്യക്ഷനായിരുന്നു. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അഷ്റഫ് സാബാൻ, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS ബിനോയ്, ജില്ലാ കമ്മിറ്റി അംഗം ജെസി ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ പൂരം പ്രദർശനത്തിന് ശനിയാഴ്ച തുടക്കമാകും. വൈകിട്ട് 5:30 കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ വകുപ്പുകളുടെയും സ്വകാര്യ സ്ഥാപനങ്ങളുടെയും ഉൾപ്പെടെ 70ഓളം പവലിയനുകൾ പ്രദർശനത്തിനുണ്ടാകും. കൂടാതെ 180 വാണിജ്യ പവലിയനുകളും ഇത്തവണ ഉണ്ടാകും. മെയ് അവസാനം വരെ പൂരം പ്രദർശനം തുടരും. മെയ് 6 തൃശൂർ പൂരം. 40 ലക്ഷം രൂപ ചെലവിട്ട് നടത്തുന്ന കടവല്ലൂർ കൊള്ളഞ്ചേരി തോടിന്റെ നവീകരണം അവസാന ഘട്ടത്തിലെത്തി. തോട്ടിലെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന വിധം നിറഞ്ഞു കിടന്നിരുന്ന ചെളിയും മാലിന്യങ്ങളും മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കരയ്ക്കു കയറ്റി. തൃശൂർ, മലപ്പുറം, പാലക്കാട് എന്നീ ജില്ലകളിലായി 7 കിലോമീറ്റർ നീളത്തിൽ പരന്നുകിടക്കുന്ന കൊള്ളഞ്ചേരി തോട്ടിൽ കടവല്ലൂർ ഭാഗത്ത് മാത്രമാണ് നവീകരണം നടത്തുന്നത്. ഇപ്പോൾ നടത്തുന്ന പ്രവൃത്തികൾ കൊണ്ട് അടുത്ത സീസണിലെ നെൽകൃഷിക്ക് പൂർണ്ണതോതിൽ പ്രയോജനം ലഭിക്കാൻ സാധ്യതയില്ലെന്നും മറ്റു ജില്ലകളിലൂടെ കടന്നുപോകുന്ന ഭാഗങ്ങൾ കൂടി നവീകരിച്ചാൽ മാത്രമേ തോട്ടിലെ ജലസംഭരണം ഫലപ്രദമാകൂ എന്നും കർഷകർ പറയുന്നു. തോടിന്റെ ഒരു ഭാഗത്ത് മാത്രം ആഴം കൂടുകയും മറ്റു ഭാഗങ്ങളിൽ ഒഴുക്ക് തടസ്സപ്പെടുകയും ചെയ്യുന്നത് വിപരീത ഫലം ഉണ്ടാക്കുമോ എന്ന ആശങ്ക കർഷകർക്കുണ്ട്. മലപ്പുറം ജില്ലയിലെ ഭാഗങ്ങൾ നവീകരിക്കാൻ ആലങ്കോട് പഞ്ചായത്ത് പദ്ധതി ഇട്ടിരുന്നെങ്കിലും ഇതുവരെ നടപ്പായിട്ടില്ല. മേഖലയിലെ 1000 ഏക്കറോളം വരുന്ന നെൽകൃഷി നിലനിർത്താൻ തോട് നവീകരണമടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷകർ 4 വർഷം മുൻപ് തോട്ടിലിറങ്ങി നിന്ന് സമരം നടത്തിയിരുന്നു. MLA-മാരായ AC മൊയ്തീൻ, P നന്ദകുമാർ എന്നിവർ കർഷകരുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിൽ വലിയ തോതിൽ തോട് നവീകരണം നടത്താമെന്ന ഉറപ്പിലാണ് സമരം പിൻവലിച്ചത്. പിന്നീട് 2 വർഷത്തോളം ഒന്നുമുണ്ടായില്ല. പിന്നീടുള്ള 3 വർഷങ്ങളിലും വരൾച്ച മൂലം കൃഷി നശിച്ചിരുന്നു. കഴിഞ്ഞ വർഷം പദ്ധതിക്ക് തുടക്കമിട്ടെങ്കിലും പൂർത്തിയായിരുന്നില്ല. TCV ന്യൂസ്, കുന്നംകുളം. തനിക്കെതിരെ വ്യാജ വാർത്ത പ്രചരിപ്പിച്ച ഫേസ്ബുക്ക് പേജുകൾക്കെതിരെ നിയമ നടപടിയുമായി നാടൻപാട്ട് കലാകാരി പ്രസീത ചാലക്കുടി. ഗായിക റിമി ടോമി തനിക്കൊരു എതിരാളിയെ അല്ല എന്ന് പ്രസീത ചാലക്കുടി പറഞ്ഞു എന്ന തലക്കെട്ട് നൽകി ഫോട്ടോ ഉൾപ്പെടെയാണ് ഫേസ്ബുക്കിൽ പ്രചരിപ്പിക്കുന്നത്. ഇതിനെതിരെയാണ് താൻ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് എന്നും താൻ അത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ടില്ലെന്നും പ്രസീത വ്യക്തമാക്കി. റീച്ച് ഉണ്ടാക്കുന്നത് മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടാവരുതെന്നും പ്രസീത പറഞ്ഞു. കയ്പമംഗലത്ത് പോക്സോ കേസിൽ പ്രതിയായ CPM നേതാവിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് BJP നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇരയായ കുട്ടിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി മൊഴി രേഖപ്പെടുത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. പാർട്ടിയുടെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങി പോലീസ് നടപടി നീട്ടിക്കൊണ്ടുപോയാൽ പോലീസിനെതിരെ നിയമ നടപടികൾക്ക് പരാതി നൽകുമെന്നും സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ പറഞ്ഞു. BJP ജില്ലാ കമ്മിറ്റി അംഗം KP ഉണ്ണികൃഷ്ണൻ, കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് കാർത്തിക സജയ്, KG ദിലീപ്, മനോജ് കളാന്ദ്ര,
PS അനിൽകുമാർ, KB അജയ് ഘോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി TCV ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ജീവിതമാണ് ലഹരി. ദൈനംദിനമെന്നോണം ലഹരിയുടെ ഭാഗമായുള്ള അതിക്രമങ്ങളും കൊലപാതകങ്ങളും പരമ്പരയായി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ പറഞ്ഞു. നമ്മുടെ സമൂഹത്തിൽ എന്തുകൊണ്ട് ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നുവെന്നത് ഗൗരവമായി ചിന്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ലഹരി നമ്മുടെ സമൂഹത്തെ ആകമാനം ഇളക്കിമറിച്ചിരിക്കുകയാണ്. ദൈനംദിനമെന്നോണം ലഹരിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന കൊലപാതകങ്ങളും മറ്റാക്രമണങ്ങളും പരമ്പരയായി നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു സമൂഹത്തിനും ആശാസ്യമായിട്ടുള്ളൊരു കാര്യമല്ല ഇത്. പക്ഷേ എന്തുകൊണ്ട് നമ്മുടേതുപോലെയുള്ള വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഈ സമൂഹത്തിൽ ഇത്രയധികം ലഹരിയുടെ ആക്രമണങ്ങൾ ഉണ്ടാവുന്നു എന്ന് നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറിയ വിദ്യാർത്ഥികളിലെത്തുന്നുണ്ട്, മിഠായിയുടെ രൂപത്തിൽ ചെറിയ വിദ്യാർത്ഥികളിലെത്തുന്നുണ്ട്, കോളേജ് ഹോസ്റ്റലുകളിലെത്തുന്നുണ്ട്, മുതിർന്ന ആളുകളിലെത്തുന്നുണ്ട്. എല്ലാ ആളുകളും ലഹരിക്ക് അടിമയായി തീരുന്ന ഒരവസ്ഥയുണ്ട്. ഇതിൻ്റെ ഇര അറിയാതെ അവരുടെ മേൽ ലഹരി അടിച്ചേൽപ്പിച്ചുകൊണ്ട് പെൺകുട്ടികളെ ആക്രമിക്കുകയും പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും ആശാസ്യമല്ല. നമ്മുടെ സമൂഹം ഇതിനെപ്പറ്റി വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. വളരെ ആശ്വാസകരമായൊരു കാര്യം കേരള ഗവൺമെൻറ്റും മറ്റ് മിഷനറീസും ലഹരി നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടുള്ള ലഹരി ഉപയോഗം കുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കഠിനമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാര്യം പ്രധാനമായും നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഇന്ന പാർട്ടിക്കാരനാണ് ഇത് ചെയ്യുന്നത്, മറ്റേ ഞങ്ങളുടെ പാർട്ടി ഇത് ചെയ്യുന്നില്ല എന്നുള്ള നിലയിൽ ആരും അതിനെ കാണരുത് എന്നുള്ളതാണ്. കാരണം എല്ലാ പാർട്ടികളിലും പെട്ട ആളുകൾ ഇതിലുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വലിയൊരു ജനക്കൂട്ടമാണ്, എല്ലാ പാർട്ടികളിലും ജനക്കൂട്ടങ്ങളുണ്ട്. ജനക്കൂട്ടങ്ങളിൽ ആര് തെറ്റ് ചെയ്യുന്നു ആര് തെറ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഏതെങ്കിലും ഒരാൾക്ക് തെറ്റ് ചെയ്യാനുള്ള പ്രവണത ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലഹരി നിർമ്മാർജ്ജന പ്രവർത്തനത്തിൽ, ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഈ രാഷ്ട്രീയ വിഭജനം ഒരിക്കലും ആശാസ്യമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. താന്യം പഞ്ചായത്ത് 5-ാം വാർഡിൽ അങ്ങാടിക്കുരുവി ദിനാചരണവും കുടിനീർ പാത്ര വിതരണവും നടത്തി. തൃശൂർ YMCA ട്രഷറർ ജോജു മഞ്ഞില ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് മെമ്പർ ആന്റോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. DFA ജില്ലാ കമ്മിറ്റി മെമ്പർ റോയ് മാത്യു, ADS പ്രസിഡന്റ് വിജയപ്രകാശൻ, അംഗൻവാടി ടീച്ചർമാരായ KB അഞ്ജു, സതി രംഗൻ തുടങ്ങിയവർ സംസാരിച്ചു. 10 ദിവസം ഗുരുപവനപുരിയെ ഭക്തിയിൽ ആറാടിച്ച ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് കൊടിയിറങ്ങി. ആറാട്ടിന് ശേഷം പുലർച്ചെ 12:30 കൊടിയിറക്കിയത്. പള്ളിവേട്ട കഴിഞ്ഞ് ക്ഷീണിതനായി ഉറങ്ങിയ ഭഗവാനെ പള്ളി ഉണർത്തിയതോടെയായിരുന്നു ആറാട്ട് ദിവസത്തെ ചടങ്ങുകൾ ആരംഭിച്ചത്. ഭഗവാന്റെ പഞ്ചലോഹത്തിടമ്പിലേക്ക് ചൈതന്യം ആവാഹിച്ച് എഴുന്നള്ളിച്ച് കൊടിമരത്തിന് സമീപം സ്വർണ്ണപ്പഴുക്ക മണ്ഡപത്തിൽ ദീപാരാധന നടത്തി. ദീപാരാധനയ്ക്ക് ശേഷം ഭഗവാൻ യാത്രാബലിക്കായി പുറപ്പെട്ടു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തങ്കത്തിടമ്പും സ്വർണ്ണക്കോലവും കൊമ്പൻ നന്ദന്റെ പുറത്ത് എഴുന്നള്ളിച്ചു. തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് യാത്രാബലിക്ക് ഹവീസ് തൂവി. 5 ആനകളുമായി എഴുന്നള്ളിയ ഭഗവാന് മുന്നിൽ വാളും പരിചയമേന്തിയ കൃഷ്ണനാട്ടം കലാകാരന്മാർ ഉടുത്തുകെട്ടി ചുവടുവെച്ചു. ചോറ്റാനിക്കര വിജയൻ മാരാരുടെ നേതൃത്വത്തിൽ 100ഓളം കലാകാരന്മാർ അണിനിരന്ന പഞ്ചവാദ്യം അകമ്പടിയായി. ഭഗവാന്റെ എഴുന്നള്ളിപ്പിനെ ഭക്തർ നിറപറയും നിലവിളക്കും വെച്ച് സ്വീകരിച്ചു. എഴുന്നള്ളിപ്പ് വടക്കേനടയിൽ എത്തിയതോടെ പഞ്ചവാദ്യം അവസാനിച്ച് പെരുവനം കുട്ടൻ മാരാരുടെ നേതൃത്വത്തിൽ മേളം ആരംഭിച്ചു. തുടർന്ന് അത്താണിക്ക് സമീപം സങ്കട നിവൃത്തി ചടങ്ങ് നടത്തിയ ശേഷം ഭഗവാൻ ഭഗവതി കെട്ടിലൂടെ ആറാട്ടുകടവിലെത്തി. ആറാട്ടുകടവിൽ മഞ്ഞൾപ്പൊടി, ഇളനീർ എന്നിവ കൊണ്ട് അഭിഷേകം ചെയ്തു. തുടർന്ന് പുണ്യ നദികളെ രുദ്രതീർത്ഥത്തിലേക്ക് ആവാഹിച്ച് തന്ത്രി ഓദികന്മാർ, കീഴ്ശാന്തിക്കാർ എന്നിവർ ഭഗവാനോടൊപ്പം സ്നാനം ചെയ്തു. ഇതോടെ കാത്തുനിന്നിരുന്ന ഭക്തർ ഭഗവാൻ ആറാട്ട് നടത്തിയ കുളത്തിൽ ആറാടി. ആറാട്ടിന് ശേഷം ഭഗവതിക്കെട്ടിലെ വാതിൽ മാടത്തിൽ ഉച്ചപൂജയ്ക്ക് ശേഷം ഭഗവാൻ പിടിയാന ദേവിയുടെ പുറത്ത് 11 ഓട്ടപ്രദക്ഷിണം നടത്തി. ആർപ്പുവിളികളുമായി ഭക്തർ അനുഗമിച്ചു. തുടർന്ന് തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയിറക്കിയതോടെ ഉത്സവത്തിന് സമാപനമായി. സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുന്നു. പവന്റെ വില 160 രൂപ വർദ്ധിച്ച് 66,480 രൂപയായി. 20 രൂപ ഗ്രാമിന് കൂടി 8,310 രൂപയായി. 20 ദിവസത്തിനിടെ പവന്റെ വിലയിൽ
2960 രൂപയാണ് വർദ്ധിച്ചത്. മാർച്ച് 1-ന് 63,520 രൂപയായിരുന്നു പവന്റെ വില. വില കുതിച്ചതോടെ ഒരു പവൻ സ്വർണ്ണാഭരണം ലഭിക്കാൻ 72,000 രൂപയെങ്കിലും നൽകേണ്ട സ്ഥിതിയാണ്. കുറഞ്ഞ പണിക്കൂലിയായ 5%, 3% GSTയും ഹോൾമാർക്കിംഗ് നിരക്കും ഉൾപ്പെടെയാണിത്. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന കലാമണ്ഡലം അച്യുതാനന്ദനെ ആദരിച്ചു. കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്ന ആദരം കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പ്രൊഫസർ കലാമണ്ഡലം ഈശ്വരൻ ഉണ്ണി ഉപഹാര സമർപ്പണം നിർവഹിച്ചു. മൊത്തത്തിൽ ഇപ്പോൾ സ്റ്റുഡൻസ് യൂണിയൻ തന്നെ ഇവിടെ ഒരു അദ്ദേഹത്തിനെ ആദരിച്ചുകൊണ്ട് ഇവിടെ ഒരു ചിത്രം ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ അറിയാം വിദ്യാർത്ഥികളുടെ ഇടയിൽ എത്രമാത്രം എളവള്ളി സെന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിൽ കേരള ലേബർ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ തൊഴിലാളി സംഗമം നടത്തി. വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ പതാക ഉയർത്തി. KLM പ്രസിഡന്റ് KM ആന്റോ അധ്യക്ഷത വഹിച്ചു. വനിതാ വിഭാഗം പ്രസിഡന്റ് സീമ ഷാജു, ലോഫി റാഫേൽ തുടങ്ങിയവർ സംസാരിച്ചു. ജനലക്ഷങ്ങൾ ഒഴുകിയെത്തുന്ന ഭരണിക്കാലം വരവായി. തിരക്കിനെ ഉൾക്കൊള്ളാൻ നഗരത്തിനാകുമോ എന്ന ആശങ്കയിൽ കൊടുങ്ങല്ലൂർ. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള പ്രദേശങ്ങളിൽ നിന്നും ഭക്തസംഘങ്ങൾ വന്നെത്തുന്ന അശ്വതി ഉൾപ്പെടെയുള്ള ഭരണിയാഘോഷ നാളുകളിൽ നഗരം അക്ഷരാർത്ഥത്തിൽ സ്തംഭിക്കുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. നേരത്തെ പൊതുഗതാഗത സംവിധാനങ്ങളെയാണ് ഭരണി തീർത്ഥാടകർ ആശ്രയിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ബഹുഭൂരിപക്ഷം പേരും സ്വന്തം വാഹനങ്ങളിലാണ് എത്തുന്നത്. ടൂറിസ്റ്റ് ബസ്സുകളിൽ ഉൾപ്പെടെ എത്തുന്നവർ തങ്ങളുടെ വാഹനങ്ങൾ നഗരത്തിൽ പലയിടങ്ങളിലായി നിർത്തിയിടുകയാണ് പതിവ്. സമീപ വർഷങ്ങളിൽ ഭരണിക്കാലത്ത് ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസ് വാഹന പാർക്കിങ്ങിനായി ഉപയോഗിച്ചു വന്നിരുന്നു. അതിനാൽ ഗതാഗതക്കുരുക്കിന് നേരിയ ശമനമുണ്ടാകാറുണ്ട്. എന്നാൽ ഇത്തവണ ദേശീയപാത 66ന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഇവിടെ പാർക്കിങ്ങിനായി ഉപയോഗിക്കാനാകില്ല. നഗരത്തിലെ റോഡുകളിലെല്ലാം തന്നെ ഭക്തസംഘങ്ങൾ തിങ്ങി നിറയുമെന്നതിൽ ബൈപ്പാസിലെ സർവീസ് റോഡുകൾ മാത്രമാണ് ഗതാഗതത്തിന് ഉപകരിക്കുക. തീർത്ഥാടകരുടെ വാഹനങ്ങൾ വന്നു ചേരുന്നതോടെ നഗരം സൂചി കുത്താൻ ഇടമില്ലാത്ത അവസ്ഥയിലാകും. വളരെ ഗുരുതരമായ പ്രശ്നമാണ്. അടിയന്തരമായി നഗരസഭയും പോലീസും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളെല്ലാം അടിയന്തരമായി യോഗം ചേർന്ന് എത്രയും പെട്ടെന്ന് എവിടെ വാഹനം പാർക്ക് ചെയ്യും. ആ ദിവസങ്ങളിൽ വരുന്ന ഭക്തജനങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടും. ഭക്തജനങ്ങൾ മാത്രമല്ല, കൊടുങ്ങല്ലൂരിലൂടെ കടന്നു പോകുന്ന മുഴുവൻ യാത്രക്കാരും വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോവുകയാണ്. കാരണം വ്യക്തമായിട്ട് ഈ പ്രദേശത്തുള്ള നമ്മൾക്കെല്ലാം നിരന്തരം വളരെ വർഷങ്ങളായി അനുഭവിക്കുന്നതാണ് ഈ ഭരണി നാളിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം. അപ്പോൾ അത് വളരെയേറെ ബുദ്ധിമുട്ടിലേക്കാണ് കടന്നു പോകുന്നത്. ഭരണി ആഘോഷവുമായി ബന്ധപ്പെട്ട് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കൂടി വാഹന സഞ്ചയത്തെ എവിടെ ഉൾക്കൊള്ളിക്കുമെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ലഭിക്കുന്നില്ല. പ്രശ്നത്തെ ഗൗരവമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ അശ്വതിക്കാവ് തേണ്ടൽ നടക്കുന്ന ദിവസം നഗരം സ്തംഭിക്കുമെന്ന സ്ഥിതിയിലാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ചാവക്കാട് താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂവത്തൂരിൽ അവകാശ സംരക്ഷണ സദസ്സ് നടത്തി. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന ശത്രുതാപരമായ വിവേചനം അവസാനിപ്പിക്കുക, അർഹതപ്പെട്ട സാമ്പത്തിക വിഹിതം നിഷേധിച്ച് കേരളത്തെ സാമ്പത്തികമായി തകർക്കുന്ന നയം അവസാനിപ്പിക്കുക എന്നീ വിഷയങ്ങൾ ഉന്നയിച്ച് അവകാശ സംരക്ഷണ സദസ്സ് നടത്തി. KSTA ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PV സജീവ് അവകാശ സംരക്ഷണ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. NGO യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം MH റാഫി അധ്യക്ഷത വഹിച്ചു. ബിനോയ് T മോഹൻ, അജ്മൽ K ജബ്ബാർ എന്നിവർ സംസാരിച്ചു. ശിശു മരണനിരക്കിനെക്കുറിച്ച് ഏറ്റവും ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ കായിക ഇനങ്ങളിൽ ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്ന സമ്മർ കോച്ചിംഗ് ക്യാമ്പുകളിലേക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചതായി ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ അറിയിച്ചു. നീന്തൽ, ബാഡ്മിന്റൺ, ഷട്ടിൽ, ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, ടേബിൾ ടെന്നീസ്, ജൂഡോ, വെയ്റ്റ് ലിഫ്റ്റിംഗ്, ബോക്സിംഗ്, വോളിബോൾ, റോളർ സ്കേറ്റിംഗ്, റൈഫിൾ ഷൂട്ടിംഗ്, ആർച്ചറി തുടങ്ങിയവയ്ക്കുള്ള പരിശീലനം ജില്ലാ സ്പോർട്സ് കൌൺസിൽ നേരിട്ടാണ് നടത്തുന്നത്. വിവിധ വേദികളിലായി ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ കീഴിലുള്ള ജില്ലാ അസോസിയേഷനുകളുടെ സഹകരണത്തോടെയും സമ്മർ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്.
അവധിക്കാല പരിശീലന ക്യാമ്പുകളിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവർ ജില്ലാ സ്പോർട്സ് കൌൺസിൽ ഓഫീസിൽ പേരുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ജില്ലാ സ്പോർട്സ് ഓഫീസർ തേജേഷ് കുമാർ ദത്ത, ജില്ലാ സ്പോർട്സ് കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ ജോയ് വർഗീസ്, കെ എൽ മഹേഷ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. HMS തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റവന്യൂ മന്ത്രി കെ രാജന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഓൾ കേരള മാർബിൾ ആൻഡ് ടൈൽ വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് MN സുരേഷ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു. HMS തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഡേവിസ് വില്ലടത്തുകാരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി KS ജോഷി, രാഹുൽ വി നായർ, G ഷാനവാസ്, ചന്ദ്രബോസ്, KC കാർത്തികേയൻ തുടങ്ങിയവർ സംസാരിച്ചു. നിഷേധത്തിനെതിരായുള്ള പോരാട്ടമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാന റവന്യൂ രാജന്റെ മണ്ണ് കാൽപന്താണ് ലഹരി എന്ന മുദ്രാവാക്യവുമായി തൃശൂർ ഉഷ FC സംഘടിപ്പിക്കുന്ന പ്രഥമ കൊച്ചമ്മു മെമ്മോറിയൽ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് നാളെ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ തുടക്കമാകുമെന്ന് സംഘാടകർ അറിയിച്ചു. വെള്ളിയാഴ്ച രാത്രി 7:30 റവന്യൂ മന്ത്രി കെ രാജൻ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. എല്ലാ ദിവസവും രാത്രി 8 മുതലാണ് മത്സരം. ഏപ്രിൽ 6 വരെ തുടരുന്ന ടൂർണമെന്റിൽ 16 പ്രമുഖ ടീമുകൾ പങ്കെടുക്കും. ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ 3500 പേർക്ക് ഇരുന്ന് കളി കാണാവുന്ന ഗാലറി സജ്ജമാക്കിയിട്ടുണ്ട്. സെമി ഫൈനൽ വരെയുള്ള മത്സരങ്ങൾക്ക് 60 രൂപയും സെമി ഫൈനലുകൾക്ക് 80 രൂപയും ഫൈനലിന് 100 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. ഫുട്ബോൾ താരം പത്മശ്രീ IM വിജയൻ, ഉഷ FC ക്ലബ് ചെയർമാൻ PV പ്രദീപ്, മറ്റ് ഭാരവാഹികളായ രതീഷ് മേച്ചേരി, ഷോൺ ജോൺസൺ, MV ഗിരീഷ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമുള്ള സംഗീത പ്രേമികളുടെ കൂട്ടായ്മയായ സൗണ്ട് ഓഫ് മ്യൂസിക്കിന്റെ ആസ്ഥാനം തൃശൂർ MG റോഡിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ശനിയാഴ്ച ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പാട്ടുപാടാനുള്ള സൗകര്യം, സംഗീതാഭിരുചി വളർത്താനുള്ള സംഗീത പഠന ക്ലാസുകൾ, സർക്കാർ അർദ്ധ സർക്കാർ തലത്തിലുള്ള ബോധവൽക്കരണ പരിപാടികൾ, സംഗീത പരിപാടികൾ തുടങ്ങിയവ സൗണ്ട് ഓഫ് മ്യൂസിക്കിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുവാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. സൗണ്ട് ഓഫ് മ്യൂസിക് പ്രസിഡന്റ് പ്രൊഫസർ US മോഹനൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീകുമാർ പ്ലാക്കാട്ട്, K രാജേന്ദ്രൻ, ജെയിംസ് ആന്റണി, എഡ്മിൻ സാമുവൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കൊട്ടേക്കാട് ഫൊറാന ദേവാലയത്തിലെ വിശുദ്ധ യോസേഫ് പിതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ അനു ചാലിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ ഫ്രാങ്കോ കവലക്കാട്ട് ഊട്ടുനേർച്ച വെഞ്ചിരിപ്പ് കർമ്മം നടത്തി. അസിസ്റ്റന്റ് വികാരി ഫാദർ മിഥുൻ ചുങ്കത്ത്, ജനറൽ കൺവീനർ KT ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. ആയിരക്കണക്കിന് പേർ ഊട്ടുനേർച്ചയിൽ പങ്കെടുത്തു. റമദാൻ മാസാചരണത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭ ഇഫ്താർ സംഗമം നടത്തി. ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. CK കുഞ്ഞിത്തങ്ങൾ സന്ദേശം നൽകി. പ്രൊഫസർ സാധു പത്മനാഭൻ, ഫാദർ വർഗീസ് തരകൻ, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ OR ഷീല, നഗരസഭാ സെക്രട്ടറി KK മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. ആദ്യകാല ട്രേഡ് യൂണിയൻ നേതാവ് KVK പണിക്കരുടെ 17ാം ചരമ വാർഷിക ദിനാചരണം നടന്നു. മുൻ മേയർ K രാധാകൃഷ്ണൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് K സുരേഷ് അധ്യക്ഷത വഹിച്ചു. ജോസ്, VM ഷംസുദ്ദീൻ, സുകുമാര പണിക്കർ, V ലീലാകരൻ, ജോൺസൺ ഒളരി തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ നടന്ന ലോക വദനാരോഗ്യ ദിനാചരണം തൃശൂർ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ താജ് പോൾ നിർവഹിച്ചു. ജനറൽ ആശുപത്രി കൺസൾട്ടന്റ് ഡെന്റൽ സർജൻ ഡോക്ടർ ദീപ അധ്യക്ഷത വഹിച്ചു. ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ PA സന്തോഷ് കുമാർ, ജനറൽ ആശുപത്രി ലേ സെക്രട്ടറി AJ ടോണി, ചീഫ് നഴ്സിംഗ് ഓഫീസർ KP ആനി തുടങ്ങിയവർ പങ്കെടുത്തു. കടുത്ത വേനലിൽ പുറത്തിറങ്ങാനാകാത്ത ചൂടുള്ളപ്പോൾ നെല്ലിന് ഈർപ്പം കൂടുതലാണെന്ന പേരിൽ സപ്ലൈകോ ശേഖരിക്കുന്ന നെല്ലിന് ന്യായവില ലഭിക്കുന്നില്ലെന്ന ആരോപണം. പഴയന്നൂർ പഞ്ചായത്തിലെ ചെറുകര പാടശേഖരത്തിലെ കർഷകരാണ് ആരോപണവുമായി രംഗത്തെത്തിയത്.
സപ്ലൈകോ വഴി നെല്ല് ശേഖരിക്കുന്ന സ്വകാര്യ മില്ലുടമകൾക്ക് ലാഭമുണ്ടാക്കാൻ ഇവരുടെ ഏജന്റുമാരാണ് കർഷകരുടെ നെല്ലിന് വില കുറയ്ക്കുന്നതെന്നും ഇത്തരം ഏജന്റുമാരുടെ ഇടപെടലുകൾ നിയന്ത്രിക്കാൻ സർക്കാരോ സപ്ലൈകോ അധികൃതരോ ഇടപെടാതെ നോക്കുകുത്തികളായി മാറുകയാണെന്നും കർഷകർ ആരോപിച്ചു. നെല്ലിന്റെ ഈർപ്പമളക്കുന്ന മീറ്റർ എത്തിച്ച് പരിശോധന നടത്തിയതിൽ 24 പോയിന്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. 17 പോയിന്റുള്ള നെല്ലിനാണ് സപ്ലൈകോ വഴി താങ്ങുവില നൽകുന്നതെന്നാണ് ഇവരുടെ വാദം. 11 ടൺ നെല്ലിന് ന്യായവില ലഭിക്കാത്തതിൽ മനംനൊന്ത് കൃഷി തന്നെ ഉപേക്ഷിക്കാൻ തയ്യാറായിരിക്കുകയാണ് ചെറുകര പാടശേഖരത്തിലെ നെൽ കർഷകർ. ഇവർ ഗ്രേഡ് ചെയ്തേക്കുന്ന 17% ഗ്രേഡിംഗ് ആണ് പറയുന്നത്. നമ്മുടെ നെല്ല് അവർ കണ്ടുപിടിച്ച ഗ്രേഡിങ് 24%. അപ്പോൾ 24% നെല്ല് ഒരു കാരണവശാലും മാർക്കറ്റിൽ അവർ എടുക്കില്ല എന്നാണ് ആദ്യം കടിച്ചായി പറഞ്ഞു പോയത്. ഇന്നിപ്പോൾ ഫീൽഡ് ഓഫീസറോ ഏതോ ഒരു മാഡത്തിനെ കൂട്ടി കൊടുത്തിട്ട് നോക്കിയപ്പോഴും 24 ഈ മില്ല് ഞങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല, നിങ്ങൾ ആദ്യം ഉണക്കുന്നതാണ് പിന്നെ ആവശ്യപ്പെടുന്നത്. ഇതിൻ്റെ ഉൾവിഷയം എന്താണെങ്കിൽ 24% ഉള്ളത് 17% ആക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 10%ൻ്റെയോ അല്ലെങ്കിൽ എത്രയാണ് പ്രപ്പോർഷനേറ്റ് 10%ലേക്ക് എത്തിക്കണമെങ്കിൽ അതിൻ്റെ വെയിറ്റ് മൊത്തം നെല്ലിൽ കുറച്ചേ എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇതിൻ്റെ ഉൾപ്പെടൽ. അപ്പോൾ നമുക്ക് ഓപ്പൺ മാർക്കറ്റിലും ഇതുമായിട്ട് ഒരു വ്യത്യാസമില്ല. ഓപ്പൺ മാർക്കറ്റിൽ റെഡി ക്യാഷ് കിട്ടും, മറ്റത് 6 മാസം കഴിയണം കിട്ടാൻ വേണ്ടിയിട്ട്. അതെല്ലാം ഇരുന്നോട്ടെ, നമ്മൾ അതിലൊന്നും കുറ്റപ്പെടുത്തുന്നില്ല. ഉണ്ടാക്കിയ ഉൽപ്പന്നം വിപണനം ചെയ്യാൻ പറ്റാത്തൊരു പ്രതിസ്ഥിതി ആയിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഒരു കർഷകൻ ഈ ടേംസ് 28 രൂപയ്ക്ക് നെല്ല് വെക്കുമെന്ന് പറയുക, എടുക്കാൻ വരുമ്പോൾ ഈ ജാതി മനോഭാവം, ഏറ്റവും ധാർഷ്ട്യമായൊരു പെരുമാറ്റം, തനി ക്രിമിനൽസിനോട് പെരുമാറുന്ന മാതിരിയുള്ള അഹങ്കാര മനോഭാവം, ഇതെല്ലാത്തിനും മുന്നിൽ മുട്ടുകുത്തി തലകീഴായി നിൽക്കുന്ന ഒരു കർഷകൻ്റെ മനസ്സ് ഒരു കാരണവശാലും ഈ മേഖലയിൽ ഒരു തലമുറയും ഇനി തിരിച്ചു വരില്ല. ഒരാളും ഇതിന് തയ്യാറാവില്ല, ഭൂമി പണിയൂല്ല. കോസ്റ്റ് ഫോർഡിന്റെയും സി അച്യുതമേനോൻ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ സാഹിത്യ അക്കാദമിയിൽ TR ചന്ദ്രദത്ത് അനുസ്മരണം സംഘടിപ്പിച്ചു. അനുസ്മരണ സമ്മേളനം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. വളരെ സമർപ്പിത മനസ്കനായ സാമൂഹ്യ പ്രവർത്തകനും വ്യക്തമായ ഇടതുപക്ഷ സാമൂഹ്യ അവബോധം ജീവിതാവസാനം വരെ ഉയർത്തിപ്പിടിച്ച ആളുമായിരുന്നു ദത്തുമാഷെന്ന് KV അബ്ദുൽ ഖാദർ പറഞ്ഞു. സാഹിത്യ നിരൂപകൻ ഡോക്ടർ PV കൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ K രഘുരാമൻ അനുസ്മരണ പ്രഭാഷണവും ഡോക്ടർ KN ഹരിലാൽ സ്മാരക പ്രഭാഷണവും നിർവഹിച്ചു. ദത്തുമാഷിന്റെ സഹോദരൻ TR അജയൻ, ഡോക്ടർ MN സുധാകരൻ, KV രാമൻ, PP രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. ദത്തുമാഷിന്റെ പത്നി, കുടുംബാംഗങ്ങൾ, സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. രാത്രി അവിടെ നിൽക്കേണ്ടി വന്നൊരു കലാസാംസ്കാരിക ഒരു വ്യക്തിത്വമല്ല, അതായിരുന്നു മാഷ്. ഏറ്റെടുത്ത കാര്യങ്ങളോട് ഇത്രമേൽ. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വനിതാ സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി 3 ദിവസം നീണ്ടുനിൽക്കുന്ന വനിതാ ചലച്ചിത്രമേളയ്ക്ക് തുടക്കമായി. മേളയുടെ ഉദ്ഘാടനം ചങ്ങരംകുളം മാർസ് തിയേറ്ററിൽ സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദ് നിർവഹിച്ചു. IFFKയിലെ മികച്ച ജൂറി പുരസ്കാരവും പ്രേക്ഷക പുരസ്കാരവും ഉൾപ്പെടെ 5 അവാർഡുകൾ നേടിയ ഫെമിനിച്ചി ഫാത്തിമ ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലാണ് സിനിമകളുടെ പ്രദർശനം നടക്കുക. ചങ്ങരംകുളം മാർസിൽ നടന്ന ഉദ്ഘാടന പരിപാടിയിൽ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് E സിന്ധു അധ്യക്ഷയായി. ഫെമിനിച്ചി ഫാത്തിമ, സിനിമാ സംവിധായകൻ ഫാസിൽ മുഹമ്മദ് മുഖ്യ അതിഥിയായി. സിനിമയിൽ അഭിനയിച്ച ബിജി വിശ്വനാഥ്, മിനി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. അത്തരത്തിലുള്ള സിനിമകളൊക്കെ വളരെ കുറവാണ് മലബാറിനെ കേന്ദ്രീകരിച്ചിട്ട് വന്നിട്ടുള്ളത്. ഞാൻ അതിനുവേണ്ടി ശ്രമിച്ച ഒരാളാണ്. മലബാറുമായി ബന്ധപ്പെട്ട് ഞാൻ മലബാറുകാരനായതുകൊണ്ട് തീർച്ചയായും മലബാറിനെ കേന്ദ്രീകരിച്ച് തന്നെയാണ് എൻ്റെ സിനിമകളും ഉണ്ടായത് എന്ന കാര്യത്തിൽ സംശയമില്ല. വരവൂർ പഞ്ചായത്തിലെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി അഭ്യസ്തവിദ്യരായ തൊഴിൽ രഹിതരായ ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിക്കുന്നതിന്റെ ഭാഗമായി ജോബ് ഫെസിലിറ്റേഷൻ സെന്റർ ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KK ബാബു അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ സുഭാഷ് വിഷയാവതരണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ വിമല പ്രഹ്ലാദൻ, PK യശോദ, പഞ്ചായത്ത് VK സേതുമാധവൻ, പഞ്ചായത്ത് സെക്രട്ടറി ഹരിനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു.
കൈപ്പറമ്പ് പഞ്ചായത്തിലെ വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM ലെനിൻ ബജറ്റ് അവതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് KK ഉഷ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ബജറ്റിൽ 35,48,58,629 രൂപയുടെ വരവും 32,78,45,275 രൂപയുടെ ചിലവും 2,63,13,354 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. സ്വന്തമായി ഭൂമിയും ഭവനവും ഇല്ലാത്തവർക്ക് 4,75,00,000 രൂപ ബജറ്റിൽ വകയിരുത്തി. കുടിവെള്ളത്തിന് 1,20,00,000 രൂപയും ആരോഗ്യമേഖലയ്ക്ക് 1,22,00,000 രൂപയും ശുചിത്വ മേഖലയ്ക്ക് 1,02,28,775 രൂപയും വകയിരുത്തി. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി കാട്ടൂർ പഞ്ചായത്ത് ഫ്ളാഷ് മോബ് സംഘടിപ്പിച്ചു. ഫ്ളാഷ് മോബിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് TV ലത നിർവഹിച്ചു. ആരോഗ്യക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രഹി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷയായിരുന്നു. സെക്രട്ടറി VA ഉണ്ണികൃഷ്ണൻ, PS അനീഷ്, ജിനേഷ് ജിക്സൺ, EL ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ യോസേഫ് പിതാവിന്റെ മരണ തിരുനാൾ ആഘോഷം ഭക്തിസാന്ദ്രമായി. വിശുദ്ധന്റെ തിരുസ്വരൂപം പ്രതിഷ്ഠിച്ച തേരുകൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പള്ളിയിലെത്തി സമാപിച്ചു. തുടർന്ന് ദേവാലയാങ്കണത്തിൽ വർണ്ണമട നടന്നു. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, സഹവികാരിമാരായ ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ, ഫാദർ ലിവിൻ കുരുതുകുളങ്ങര, ട്രസ്റ്റിമാരായ പിയൂസ് പുലിക്കോട്ടിൽ, KJ വിൻസൻ, OJ ഷാജൻ, വിൽസൺ നീലങ്കാവിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പൊന്നൂക്കര മൈമ്പിള്ളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ നവീകരണ കലശവും പുനഃപ്രതിഷ്ഠയും മാർച്ച് 26 മുതൽ ഏപ്രിൽ 5 വരെയുള്ള ദിവസങ്ങളിൽ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കൈമുക്ക് വൈദികൻ ശ്രീധരൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. 8ാം ദിവസമായ ഏപ്രിൽ 2-ന് രാവിലെ 8:55-നും 10:58-നും ഇടയിലുള്ള മുഹൂർത്തത്തിൽ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടത്തും. 11ാം ദിവസം രാവിലെ നട തുറക്കൽ, കലശത്തിങ്കൽ ഉഷപൂജ, തത്വഹോമം, ശ്രീഭൂതബലി, രാത്രി വിവിധ ദേശങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പ് എന്നിവ നടത്തും. പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളായ സന്തോഷ് കിഴക്കേപ്പുര, സുരേന്ദ്രൻ പണിക്കാട്ടിൽ, സേതുമാധവൻ കുന്നമ്പത്ത്, പ്രമോദ്, രതീഷ്, സുജാത, സതീഷ്, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകും. വൃദ്ധക്ഷേമം, ശാരീരിക മാനസിക വൈകല്യമുള്ളവർ, അതിദരിദ്രർ എന്നിവർക്കുള്ള പദ്ധതികൾക്ക് ഊന്നൽ നൽകി കുഴൂർ പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. വൃദ്ധക്ഷേമ പദ്ധതി 9.218 ലക്ഷം, ശാരീരിക മാനസിക വൈകല്യമുള്ളവർക്കുള്ള പദ്ധതി 12.50 ലക്ഷം, അതിദരിദ്രർക്കുള്ള പദ്ധതി 7.7 ലക്ഷം, അംഗൻവാടികൾക്ക് പോഷകാഹാരത്തിന് 44 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തി. 24,10,43,672 രൂപ വരവും 23,39,68,714 രൂപ ചെലവും 70,74,958 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി മനോജ് അവതരിപ്പിച്ചത്. യോഗത്തിൽ പ്രസിഡന്റ് സാജൻ കൊടിയൻ അധ്യക്ഷനായി. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,310 രൂപ, പവന് 66,480 രൂപ. വെള്ളി ഗ്രാമിന് 112 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,453 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ഇറിഡിയം തട്ടിപ്പിൽ ഇരകളായി പ്രവാസികളും. മുഖ്യപ്രതി ഹരിസ്വാമി പ്രവർത്തിച്ചത് സാമൂഹ്യ പ്രവർത്തകനെന്ന വ്യാജേന. മിണ്ണാലൂർ തിരുത്തിപ്പറമ്പിൽ അച്ഛനെയും മകനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. തിരുത്തിപ്പറമ്പ് സ്വദേശി രതീഷ്, അരവൂർ സ്വദേശി ശ്രീജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പാർക്കിങ്ങിനെത്തുന്ന വാഹനങ്ങൾ തടഞ്ഞ് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ. മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതിക്ക് സ്വീകരണം നൽകാൻ ക്ഷേത്ര പരിസരം വിട്ടു നൽകാത്തതിനെ തുടർന്നാണ് പ്രതിഷേധം.
ജില്ലയിൽ ലഹരിവേട്ട തുടരുന്നു. പെരിങ്ങോട്ടുകരയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി മധ്യവയസ്കനെ പിടികൂടി. ചേറ്റുവാക്കടവിൽ കല്ലുമ്മക്കായ വിൽപ്പനയുടെ മറവിൽ ഹാഷിഷ് ഓയിൽ വിൽപ്പന നടത്തിയ യുവാവിനെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.